Hello guys, welcome to yet another video and ഇന്നൊരു അടുത്ത ഹോളിഡേയുടെ അടുത്ത ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അബുദാബി പോവാണ്. നമ്മുടെ വേറൊരു ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അവർ ഫസ്റ്റ് പോയി. നമ്മൾ കുറച്ച് ഡിലേ ഇടയ്ക്കൊരു ടീ ബ്രേക്ക് ഒക്കെ എടുത്തു. പാസ് ചെയ്തു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് UAE-ൽ. അങ്ങനെ നമ്മൾ അബുദാബി എത്തിയിരിക്കുന്നു. യാസ് ഐലൻഡിലെ സീ വേൾഡിലാണ് നമ്മൾ പോകുന്നത്. അവിടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളും പിന്നെ നമുക്ക് കാണാനും ഒക്കെ കുറച്ചുണ്ട്. അപ്പോൾ റൂഹി സെറ്റാണ് കേട്ടോ. ഓൾറെഡി വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ NPDയുടെ കാർഡ് ഹോൾഡേഴ്സിന് 20% ഓഫുമുണ്ട്. പെർ പേഴ്സൺ 300 AED പ്ലസ് ടാക്സ് അത്രയാണ് വരുന്നത് കേട്ടോ. ഇവിടെ പാർക്കിംഗ് നല്ല സീനാണ്. നമ്മൾ കുറച്ച് ദൂരെ ഇട്ടിട്ട് അതൊക്കെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ചെറിയ കവറിങ് പോലുള്ളത് കൂടി നമുക്ക് നടന്നു പോകാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 മണി ആ സമയമായി എത്തിയപ്പോൾ. എൻട്രൻസ് എത്തി. ഫ്രണ്ട്സിനെ നമ്മൾ ഇവിടെ മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഫുഡ് ഐറ്റംസും കാര്യമൊന്നും നമുക്ക് ബാഗിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ജസ്റ്റ് ടിക്കറ്റിന് QR കാണിച്ചാൽ മതി. ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഫ്രൈഡേ ആണ്. ഈദ് ഹോളിഡേയിൽ ഫ്രൈഡേയിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമായിരുന്നു. കൊച്ചു കുട്ടികൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ ഓഷ്യനിൽ അതിൽ വാൾറസ് അങ്ങനെ സീല് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ കൊച്ചു കൊച്ചു റൈഡ്സ് ഉണ്ട്, വലിയ കിടിലർ റൈഡ്സും ഉണ്ട്. നമുക്ക് അവിടുന്ന് ലൊക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ബ്രൗഷർ തരും. അത് യൂസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ കവർ ചെയ്യാം. നമുക്ക് ആദ്യം ഒരു തപ്പലൊക്കെ ഉണ്ടായിരുന്നു. ട്രോപ്പിക്കൽ ഓഷ്യൻ, എൻഡ്ലെസ് ഓഷ്യൻ, ആർട്ടിക്, പിന്നെ റോക്കി പോയിന്റ്, അങ്ങനെ കുറേ ഓഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് നോക്കി ഷോ ടൈമും കൂടി നോക്കിയിട്ടാണ്, ഷോയിൻ്റെ ടൈമിങ് അവർ പറയും, അത് നോക്കിയിട്ടാണ് നമ്മൾ അകത്തിലേക്ക് പൊയ്ക്കൊണ്ടത്. ഇതെല്ലാം ഒരു എന്താ പറയുക, ഒരു കുടക്കീഴിലാണ്. നമ്മൾ ആ കാണുന്ന പ്ലേസിൽ നിന്നാണ് എല്ലാ ഓഷ്യനിലേക്കും പോകുന്നത്. ട്രോപ്പിക്കൽ ഓഷ്യനിലാണ് മെയിനായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും ഉള്ളത്. ആ പോകുന്നത് റിങ്കിയാണ്. ബേബിയുണ്ട് 8 months. അത് ബിജിൻ. പിന്നെ നമ്മുടെ റൂഹിമാവയും പപ്പയും വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യം നമ്മൾ വിചാരിച്ചു ഇതൊക്കെ അവർ പണിത് വെച്ചിരിക്കുന്നതായിരുന്നു. പിന്നെ അനങ്ങുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കുമുള്ള ഫ്ലാമിംഗോ ആണോ എന്ന്. അത്ര ഭംഗിയായിരുന്നു അവരെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഡോൾഫിൻ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. 1 o'clock ഒരു ഷോ ഉണ്ട്. ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേനും ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല സീറ്റ് നോക്കി കിട്ടി ഇരിക്കാൻ പറ്റും. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് രാവിലെ നേരത്തെ കയറുവാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങി നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, ഷോ തുടങ്ങാൻ പോവാണ്. കുറച്ച് ക്യൂട്ട് വീഡിയോസ് ഉണ്ട്, കണ്ടിട്ട് വരും. These varied enrichment experiences make our curiosity and play, which lead to creativity and learning, as you can see.
ഭയങ്കരമാണ്. ഞാൻ അവിടെ നിന്ന് പറയായിരുന്നു എന്തൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, ട്രെയിൻഡ് ആണ്, എന്നാലും അത് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നല്ലേ. ഷോ കഴിഞ്ഞപ്പോഴത്തേനും നല്ല വിശപ്പായി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് റൂഫ് ഡെക്കിൽ വന്ന് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്തു. ഇനി ഒരു ഷോ ഉണ്ട്, അത് കാണാൻ പോവാണ്. ലയിച്ച് കാണാൻ രണ്ടുപേരും. അഭിപ്രായം പറയുന്നുണ്ടോ? സീ വേൾഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴേ വരുന്നത് ഹൈപ്പർസ്ഫിയർ 360 ഡിഗ്രിയാണ്. എന്നാൽ പിന്നെ അതിലൊന്ന് കയറാം. 6 മിനിറ്റ്സ് വരുന്ന ഈ പ്രോഗ്രാം കിടിലമാണ്. ഇത് മിസ്സാക്കരുത് ആരും. എക്സൈറ്റഡ് ആണോ? ഈ പെൻഗിൻസിനെയൊക്കെ ടെമ്പറേച്ചറും ക്ലൈമറ്റും ഒക്കെ സെറ്റ് ചെയ്ത് അവർ റിയൽ ആയിട്ട് അവിടെ വളർത്തുവാണ്. പിന്നെ ഫ്ലാഷ് ഇട്ട് നമുക്ക് അവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയി. നമ്മളിനി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. മാൻഡാകാസ്റ്റർ എന്ന് പറഞ്ഞൊരു റൈഡുണ്ട്. നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോഴേ സിക്സാഗ് പോലെ കണ്ടില്ലേ, ആ റൈഡിൽ എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കിഡിലെ റൈഡാണ്, പേടിയുള്ളവർ കയറണ്ട. റൈഡ് വിത്തിൻ മിനിറ്റ്സ് കഴിയുമെങ്കിലും ഒറ്റ സ്ട്രെച്ചിലുള്ള പോക്കായതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓവറോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.